ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ദേ 2-3 ദിവസത്തെ പനിയും ജലദോഷവും തുമ്മലൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ചൂണ്ടിടാനായിട്ട് പിന്നെയും ചെല്ലാനത്തേക്ക് പോകണം. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ചെല്ലാനത്തേക്ക് പോകണത്. അപ്പോൾ അത് കുട്ടനും കൂടെയുണ്ട്, പിന്നെ വിഷ്ണുവിൻ്റെ 2 ഫ്രണ്ട്സും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തെ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല, പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് വന്നു തുടങ്ങി. അങ്ങോട്ട് നീങ്ങിയൊന്നും പോണ്ട, പുറത്തേക്ക് എടുത്ത് ഇപ്പുറത്തേക്ക് നോട്ടാന്നല്ലേ, ഞാൻ അങ്ങോട്ട് വരില്ല. പതുക്കെ എടുത്തത്, പതുക്കെ ഉണ്ടാവും ഞാൻ കുരിയാണോ കണ്ട കാണാൻ പറ്റണ്ടോ? കുരിയാണോ? എവിടെ ഇങ്ങള് കാണിച്ചു തരോ? ഓ വീണ്ടും അയ്യോ താഴത്തെ. അപ്പം നമ്മൾ നേരെ വന്നത് ഹാർബറിലേക്കാണ്. അപ്പോൾ അവിടെ എല്ലായ്പ്പോഴും ഉണ്ടാവണ പോലെ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, തിര വരുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ വെള്ളമാണെങ്കിലും കലങ്ങി കിടക്കുമായിരുന്നു. അപ്പം നമുക്കൊന്നും കിട്ടിയില്ല എന്നാണെങ്കിൽ നമുക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണ കാരണം നമ്മൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു കേട്ടോ. ഇതാണ് വിഷ്ണുവിൻ്റെ ഒരു കൂട്ടുകാരൻ, പിന്നെ ഒരു ചേട്ടനും കൂടിയുണ്ട്. അവിടെ ഇപ്പോൾ കുട്ടൻകോര അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷെ നമുക്ക് കിട്ടിയതെല്ലാം കൂരിയായിരുന്നു. പിന്നെ 2-3 പേർക്കൊക്കെ കുട്ടൻകോര കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴക്കാറൊക്കെ ആയിട്ട് വന്നു. അന്തരീക്ഷം മഴക്കാറാണ്. പോയിട്ട് മോനെ കിട്ടി. അത് കൊള്ളാം. ഞാൻ കൊറേ നേരം നോക്കി തോമ്പിൽ പിടിച്ചോണ്ടിരുന്ന കുറച്ച് ലൂസായി തന്നെ അതിൽ കൊളുത്ത് ഇതാക്കിയത് എന്റെ കയ്യിൽ നിന്ന് മാക്സിമം പോയേ ലൂസായതുകൊണ്ട് അതെ കിടക്കണ്ട പിന്നെയും കൂലിയോ? ഓ വീണ്ടും കൂലിയേ. അപ്പം നമ്മളൊരു 11 മണി വരെയൊക്കെ നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് പോന്നു. അപ്പോൾ ഇത്രയും കൂലികൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സദ്യമായിട്ട് തന്നപ്പോൾ സദ്യമ്മ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങിയിട്ട് അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞാൻ പാണ്ഡുവിനെ ഗ്രൂമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തിനാണ് വന്നതെന്നൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അവൾക്ക് ഗ്രൂമിങ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ രോമം നല്ലോണം കൊഴിയുന്നുണ്ട്, കൂടാതെ തന്നെ ചട പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുൾ സീറോ കട്ട് ചെയ്യാണ്ട് പറ്റില്ലായിരുന്നു. അങ്ങനെ സീറോ കട്ട് ചെയ്തു, എല്ലാം ഫുൾ ഗ്രൂമിങ് ഒക്കെ ചെയ്തോട്ടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവൾക്കൊരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിതേ ഭയങ്കര ഒരു കുഞ്ഞായി പോയ പോലെ ഉണ്ട്. ഇപ്പോൾ ഭയങ്കര പേടിച്ചൊക്കെ നിൽക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.